ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? എവിടേക്കാണെന്ന് വെച്ചാൽ തലശ്ശേരിയിലേക്ക്, നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം തലശ്ശേരിയിലേക്ക്. തലശ്ശേരിയിലേക്കുള്ള യാത്രയിൽ ആദ്യം കടന്നു കിട്ടേണ്ട കുറച്ച് കടമ്പകളുണ്ട്. അതായത് നമ്മുടെ മെയിനായിട്ടുള്ള ബ്ലോക്ക്, പുതിയൊരു കാൾടെക്സ്, അതുപോലെ താണ എന്നീ ഏരിയയിലുള്ള ബ്ലോക്കിൻ്റെ കാര്യങ്ങളൊന്നും കണ്ണൂരുകാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അത്രയും ബ്ലോക്കാകും. അതുപോലെ നമ്മളെ ടൈം കംപ്ലീറ്റ് അവിടെ കഴിയുകയും ചെയ്യും. അപ്പോൾ ഈ ഏരിയയിലൊന്നും പോകാതെ എങ്ങനെ തലശ്ശേരിയിലേക്ക് എത്താമെന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ണാടിപ്പറമ്പ് വാരം റോഡ് വഴിയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം വാരം കടവിലെ ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ കഴിഞ്ഞു പോയത്. ഇനി നേരെ തലശ്ശേരിയിലേക്ക്. ഒരുപാട് നാളിന് ശേഷം തലശ്ശേരിയിലേക്ക് വരുമ്പം റോഡിൻ്റെ മാറ്റം ശരിക്കും കാണാനുണ്ട്. എല്ലായിടത്തും മാറ്റങ്ങൾ വന്നതുപോലെ തന്നെ ഹൈവേ ശരിക്കും ഇവിടെയും ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട്. പക്ഷേ സർവീസ് റോഡിൻ്റെ കാര്യം ഇപ്പോഴും പരിതാപകരം തന്നെ. വാരം റോഡ് കയറിയതുകൊണ്ട് ഇത്രയും ദൂരം എത്തിയത് ശരിക്കും അറിഞ്ഞതേയില്ല. ബ്ലോക്കിലൊന്നും പെടാതെ പെട്ടെന്നതാ നമ്മൾ മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തോളം എത്താറായി. രാവിലെ കണ്ട മഴയും മഴക്കാറും ഒക്കെ മാറിയിട്ട് നന്നായി വെയിൽ ഉദിച്ചു നിൽക്കുന്നൊരു സമയം തന്നെയായിരുന്നു കേട്ടോ. സമയം ഏകദേശം ഒരു 3:30 ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പൊതുവേ റോഡിലൊക്കെ തിരക്ക് കുറവാണ്. മഴ മാറിയിട്ടുള്ള ആ ചൂടിൻ്റെ തീവ്രത ശരിക്കും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് കൂടിയാണോ ഇത്രയും ആൾ കുറവെന്ന് തോന്നിപ്പോയി. നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസിലേക്കാണ് കേട്ടോ. മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് അഴിയൂർ വരെയാണ് ഈ ഒരു ബൈപ്പാസ് നീണ്ടു നിൽക്കുന്നത്. ഏകദേശം ഒരു 18.5 കിലോമീറ്ററൊക്കെ വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ബൈപ്പാസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ 2018 കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ പദ്ധതിയുടെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത്. 4 പാലങ്ങൾ, 21 അണ്ടർപാസുകൾ, ഒരു റെയിൽവേ ഫ്ലൈ ഓവർ, ഒരു ടോൾ പ്ലാസ എന്നിവയെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മാഹി ബൈപ്പാസ്. തലശ്ശേരിയിലും മാഹിയിലുള്ളവർക്ക് ബ്ലോക്കിലൊന്നും പെടാതെ എത്രയും ഫാസ്റ്റായിട്ട് അവരുദ്ദേശിച്ച സ്ഥലത്ത് ഇപ്പോൾ എത്തിപ്പെടാൻ പറ്റുന്നുണ്ടാകും. ഷോപ്പുകാർക്കാണ് കേട്ടോ ശരിക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവുക. കാരണം ഒട്ടുമിക്ക എല്ലാവരും ഈ ഒരു ബൈപ്പാസ് ത്രൂ കയറിയിട്ട് അഴിയൂരാണ് എത്തുന്നത്. അപ്പോൾ അതിനിടക്കായിട്ട് വരുന്ന കുട്ടി ഷോപ്പുകാർക്കൊക്കെ ശരിക്കും അതൊരു അടി തന്നെയാണ്. പക്ഷേ മാറ്റങ്ങൾ അനിവാര്യം തന്നെയാണ്. കാരണം എന്ത് ഡെവലപ്മെൻറ്റ്സ് വരുന്നതിൻ്റെയും ബിഗിനിങ് എന്ന് പറയുന്നത് അതിൻ്റെ റോഡ് മാർഗം തന്നെയാണ്. അപ്പം നല്ലൊരു റോഡ് നമ്മുടെ നാട്ടിലേക്ക് വന്നു എന്ന് പറയുമ്പം അതിനെ ചുറ്റി ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇനിയും നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുണ്ടാകാം. വെയിലിൻ്റെ ചൂട് ശരിക്കും മറന്നു പോകുന്നൊരു ഭംഗി തന്നെയായിരുന്നു കേട്ടോ ബൈപ്പാസിന്. ഈ ഒരു കാഴ്ച ശരിക്കും കണ്ടുകൊണ്ടിങ്ങനെ പോകാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. റോഡ് കംപ്ലീറ്റ് കവർ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ക്യാമറ കട്ട് ചെയ്യാതെ ആ ഭംഗി കണ്ടുകൊണ്ടിങ്ങനെ പോകാൻ കേട്ടോ. അടിപൊളി റോഡ്, മനോഹരമായ പ്രകൃതിയുടെ കാഴ്ചകൾ എല്ലാം കൂടെ ചേർന്നിട്ട് ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ട്രാവലിംഗ് ലവേഴ്സിന് ശരിക്കും ഒരു മസ്റ്റ് ഡു എക്സ്പീരിയൻസ് ആണിത്. ബൈപ്പാസ് ഓപ്പൺ ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിലും ഇതുവഴി ഇപ്പോഴും യാത്ര ചെയ്യാത്ത എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും കേട്ടോ. ഞാൻ തന്നെ ഇന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ ബൈപ്പാസ് കാണുന്നത്. ഏതൊരു കാര്യവും നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് അതൊരു വേറെ ലെവൽ തന്നെയല്ലേ. അപ്പം നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ട് അത് നേരിട്ട് കാണുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല് തന്നെയാണ്. അങ്ങനെ ബൈപ്പാസിൽ നിന്ന് നമ്മളിനി നേരെ മേലൂർ റോഡിലേക്കാണ് കേട്ടോ കയറിയത്. ഇവിടുന്ന് ഏകദേശം കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അണ്ടല്ലൂർ കാവിലേക്ക്. കഴിഞ്ഞ തവണത്തെ ഉത്സവത്തിന് അണ്ടല്ലൂർ കാവിൽ വന്നിട്ടുണ്ടെങ്കിലും ബൈപ്പാസ് വഴിയല്ലായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മേലൂർ റൂട്ട് വഴി നമ്മളിതാ ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടേ. സമയം ഏകദേശം ഒരു 4:30 അടുത്തിട്ടുണ്ട്. ബ്ലോക്കിലൊന്നും പെടാത്തതുകൊണ്ട് ഇത്രയെങ്കിലും വേഗത്തിലെത്തി. ബ്ലോക്ക് പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായതിനെ അവസ്ഥ. അപ്പോൾ നമ്മളിതാ തലശ്ശേരിയുടെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ടേ. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യമാണേ, ഒട്ടുമിക്ക എല്ലാ ടൗൺ ഏരിയയുടെയും എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അതൊരു പാലം തന്നെയായിരിക്കും. അതിപ്പോൾ തലശ്ശേരി ആയാലും മാഹി ആയാലും കണ്ണൂരായാലും ഒക്കെ. അതും ആ സിറ്റിയുടെ ഭംഗിക്ക് ഒന്നുകൂടെ മാറ്റുകൂട്ടുന്ന കാര്യം തന്നെയായിരിക്കും അല്ലേ. ഇതൊരു വീക്കെൻഡാണ്, അതുപോലെ ഹോളിഡേ ആണെന്ന് ശരിക്കും ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചകൾ നിൽക്കുന്നത്. കടകളെല്ലാം അടച്ച് ആളും മനുഷ്യനും ഇല്ലാത്തൊരു ഏരിയ എന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സൺഡേ ആണ് നമ്മൾ പുറപ്പെട്ടത്. അപ്പോൾ ആ യാത്ര വെറുതെ ആയോ എന്നൊരു തോന്നൽ ഇല്ലായികയില്ല. ഓണത്തിന് മുന്നോടിയായിട്ടൊക്കെ വരുമ്പം ഓണക്കാഴ്ചകളും അതിൻ്റെ ഭംഗിയൊക്കെ ആയിരിക്കും തലശ്ശേരിയിൽ കാണാനുണ്ടാകുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു ഒഴിവ് ദിവസം തന്നെ അങ്ങ് ഇറങ്ങിയത്. പക്ഷേ ഈ ഒരു ഏരിയ കണ്ടിട്ട് ഇനി എന്താ കാണാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. കണ്ണൂർ വന്ന പയ്യാമ്പലം എന്ന് പറയുന്ന പോലെ തലശ്ശേരി എത്തിയ ഈ ഒരു ബീച്ചിലേക്ക് വരാതെ എന്തായാലും പോകാൻ പറ്റില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതിനേക്കാൾ ലേറ്റ് ആയിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ എത്തിയത്. അതുകൊണ്ട് തന്നെ അധികം വെയിലൊന്നും ഇല്ലാത്തതിനാൽ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ ഇന്നെത്തിയ അവസ്ഥ ഇതാണ് കേട്ടോ. വെയിലായിട്ട് ശരിക്കും ഒന്ന് കണ്ണ് തുറന്ന് നോക്കാൻ വരെ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഒരു ക്യാമറയിലോട്ട് കാണുമ്പോഴാണ് ശരിക്കും ഈ ഒരു കാഴ്ച നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. നേരിട്ടെത്തിയ അവസ്ഥ അത് ഒരു പൊള്ളുന്ന വെയിൽ ചൂട് തന്നെയായിരുന്നു.
പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോഴും ഈ ടൈമിലും ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട്. അവരൊക്കെ അവരുടേതായ വൈബിൽ അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിതാ കുറച്ച് നേരം ഈ കാഴ്ചയൊക്കെ ഒന്ന് കണ്ട് ക്യാമറയിൽ ഒപ്പിയിട്ട് അവിടുന്ന് മെല്ലെ അങ്ങോട്ട് ഇറങ്ങി. കടൽപ്പാലത്തിലേക്ക് പോകാൻ പറ്റാത്തത് ഒരു വലിയ നഷ്ടമായിട്ട് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റുമല്ലേ. അല്ലെങ്കിൽ കൂടുതൽ വിസിറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ പാർട്ടായേനെ തലശ്ശേരിയിലത്. ഓക്കെ, കുഴപ്പമില്ല. നമ്മളതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇപ്പോൾ നേരെ ഇറങ്ങിയിട്ടുണ്ടേ. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാതെ അവിടെ നിന്ന് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങയാണ് നമ്മൾ വാങ്ങുന്നത്. മസാല ഇട്ടതും ഒക്കെ ഉണ്ട് കേട്ടോ. അയച്ചു അതാ ചോദിക്കുന്നത് അത് വേണോന്ന്. പക്ഷേ മസാലയൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള മാങ്ങയും വാങ്ങി. അതുപോലെ പൈനാപ്പിളുമാണ് കേട്ടോ വാങ്ങിയത്. നമ്മളെ വീട്ടിൽ ഉപ്പിലിട്ട മാങ്ങയെന്നും അല്ലെങ്കിൽ നമ്മൾ ഉപ്പിലിട്ട ഐറ്റംസിനൊക്കെ എന്തോ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പം. അപ്പോൾ അതൊക്കെ വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതിനെ കൊണ്ട് എന്തായാലേ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു തവണ വാങ്ങിയിട്ട് കഴിച്ചിട്ട് വീണ്ടും കൊതി വന്നിട്ടാണ് കേട്ടോ ആദ്യം ഞാൻ വാങ്ങാൻ പോയത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ മെയിൻ തലശ്ശേരിയുടെ ഷൂട്ടിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. അവിടെ ഒരുപാട് ആൾക്കാർ ഷൂട്ടിങ്ങൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ നിർത്തിയതൊന്നുമില്ല, ജസ്റ്റ് അതുവഴി ഇതാ കടന്നുപോയി. അങ്ങനെ ഷൂട്ടിംഗ് പ്ലേസൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളിതാ തലശ്ശേരി കോട്ടയിലേക്ക് എത്തിയിട്ടുണ്ടേ. തലശ്ശേരിയിൽ ഇതിന് മുമ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കോട്ടയിൽ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. രണ്ടാളും ആദ്യമായിട്ടാണ് ഇതുവഴി വരുന്നത്. കണ്ണൂർ കോട്ടയും ബേക്കൽ കോട്ടയും ഒക്കെ കണ്ടതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് കേട്ടോ ശരിക്കും ഞാൻ തലശ്ശേരി കോട്ടയിലേക്കും കയറിയത്. പക്ഷേ നമ്മൾ മുമ്പൊക്കെ കണ്ട ആ ഒരു കോട്ടൻ്റെ അത്രയൊന്നും വലിപ്പമില്ല, ചെറിയൊരു കോട്ടയാണ്. പക്ഷേ അതിനും അതിൻ്റേതായ ഒരു ഭംഗി തന്നെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ അതിനകത്തും ഉണ്ടായിരുന്നു. ഈ ഒരു കോട്ട ഡച്ച് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. കോട്ടയിലേക്ക് കയറാനുള്ള മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ നമ്മളിനി കയറാൻ പോകുന്നത്. ചില്ലറക്കാരനല്ല കേട്ടോ ഈ സ്റ്റെപ്പ്, ഒന്നൊന്നര സ്റ്റെപ്പ് തന്നെയായിരുന്നു. നമ്മളെ നടത്തക്കുറവിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ട് ശരിക്കും അറിയുന്നത് ഇങ്ങനെ ഓരോ ടാസ്കിലേക്ക് എത്തുമ്പോഴാണ് കേട്ടോ. സ്റ്റെപ്പ് കയറി കഴിയുമ്പോഴേക്ക് നല്ലൊരു കഥപ്പ് തന്നെ അനുഭവപ്പെട്ടു. അങ്ങനെതാ ആദ്യമായിട്ട് തലശ്ശേരി കോട്ടേൻ്റെ അകത്തേക്ക് നമ്മൾ കയറിയിരിക്കുകയാണേ. അപ്പോൾ കയറുമ്പം തന്നെ അവിടെ ഫോട്ടോഷൂട്ടിൻ്റെ ആൾക്കാരൊക്കെ കാണാൻ പറ്റുന്നത്. ശരിക്കും നല്ല സ്പോട്ടാണ് കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ്. മാരേജ് കഴിഞ്ഞവരായാലും ഒക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എത്തിയ സമയം നല്ല ടൈമായിരുന്നു കേട്ടോ. ആ ഒരു സൺസെറ്റ് ആയിട്ടില്ല, അതിന് മുന്നേ സൂര്യൻ നല്ലൊരു തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥ തന്നെയായിരുന്നു നമ്മളവിടെ എത്തിയപ്പോഴും ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കാം കൂടുതലും ഇത്രയും ബ്യൂട്ടി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത്. നേരെ മറിച്ചൊരു മഴക്കാറൊക്കെയാണ് അല്ലെങ്കിൽ മഴയൊക്കെ ആണെങ്കിൽ ശരിക്കും ഇന്നത്തെ ട്രിപ്പ് ശരിക്കും വെള്ളത്തിലായി പോയേനെ. അതൊക്കെ വെച്ച് നോക്കുമ്പം അടിപൊളി തന്നെയാണ് കേട്ടോ. ചെറുതാണെങ്കിലും അതിനൊരുപാട് ബ്യൂട്ടി ഉണ്ടെന്ന് പറയുന്നില്ലേ, അത് ഈ കോട്ടയുടെ കാര്യത്തിലും സെയിം തന്നെയാണ് കേട്ടോ. കൂട്ടത്തിൽ ചെറിയ കോട്ടയാണെങ്കിലും ആ കോട്ടയ്ക്ക് അതിൻ്റേതായ ഭംഗിയുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ഇത്രയും അധികം ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളത്. ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അത് വിദേശത്തു നിന്നുള്ള പുറമേ നിന്നുള്ള ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ തേടിപ്പിടിച്ച് വരുന്നുണ്ടെങ്കിൽ ഈ കോട്ടയ്ക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. കാരണം കോട്ട എന്ന് പറയുന്നത് ചരിത്രമാണല്ലോ. അപ്പം ചരിത്രം ഉറങ്ങുന്ന ഏത് മണ്ണിനും അതിൻ്റേതായ വിശേഷതകളുണ്ട്. അത് അറിയുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും അതിനോട് ഇമ്പ്രഷൻസ് കൂടുക. അപ്പം നമുക്കിതൊരു കോട്ട എന്നുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ബ്രിട്ടീഷുകാർ അവരുടെ യുദ്ധത്തിന് വേണ്ടിയിട്ട് അവർ പണിത ഒരു നിർമ്മിതി, അത്രയും നമുക്ക് അറിവുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുമ്പോഴാണ് ഓരോ കോട്ടയ്ക്കും അല്ലെങ്കിൽ ഓരോ ചരിത്രത്തിനും അതിൻ്റെ പ്രാധാന്യം കൂടുന്നത്. ചുമ്മാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നേ. ഫോട്ടോഷൂട്ട് ചെയ്യാത്ത ഏരിയാസ് ഒന്നും ഈ ഭാഗത്ത് എവിടെയില്ല കേട്ടോ. ഓരോ ഏരിയയിലും ഓരോ ടീം അങ്ങ് സ്ഥലം പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിനി അടുത്ത കയറി പോകുന്ന ഈ ഒരു ഏരിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നമ്മുടെ ഇവിടെ നിന്നാൽ ശരിക്കും ആ ഒരു കടലിൻ്റെ ഭംഗി കംപ്ലീറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. നമ്മളിവിടെ എത്തുമ്പോഴേക്ക് നോക്കിയാൽ നല്ല വെയിലാണ്. ഇവിടെയും നമുക്ക് നേരിട്ട് കണ്ണു തുറന്ന് നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ. പക്ഷേ എന്നാൽ പോലും ആ വെയിലിന് അതിൻ്റേതായ ഒരു എന്താ പറയുക കൂൾ ഫീൽ ഉണ്ടായിരുന്നു. കാരണം നല്ല തണുപ്പാണ്, നല്ല കാറ്റുണ്ട്. ആ കാറ്റിന് ആ ഒരു ഇളം വെയിൽ നല്ല തന്നെയായിരുന്നു കേട്ടോ. കോട്ട പോലെ തന്നെ കോട്ടയോട് ചേർന്നിരിക്കുന്ന ആ ഒരു ചർച്ചും ബ്രിട്ടീഷ് നിർമ്മിതി തന്നെയാണ് കേട്ടോ.
അങ്ങനെ കോട്ടയിലുള്ള കാഴ്ചകളും അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് അവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ വിട്ടത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. ട്രെയിൻ കയറി എവിടേക്കും പോകാനൊന്നല്ലെങ്കിലും വന്ന സ്ഥിതിക്കൊന്ന് ഇവിടെയും ചുറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ചോട്ടോ. ട്രെയിനിൽ തലശ്ശേരി വഴി നിരവധി തവണ പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് പോകാം. അങ്ങനെ തലശ്ശേരിയുടെ റെയിൽവേ സ്റ്റേഷനും ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണെന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കി കേട്ടോ. തെലിച്ചേരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്റ്റേഷൻ 2015 തലശ്ശേരി എന്ന പേരിലേക്ക് മാറ്റിയത്. അങ്ങനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ വീണ്ടും തലശ്ശേരിയുടെ അടുത്ത സെൻറ്ററിലേക്കാണ് കേട്ടോ പോയത്. പക്ഷെ അതിനു മുമ്പേ നല്ലൊരു പണി കിട്ടി കേട്ടോ. എൻ്റെ ചെരുപ്പ് അങ്ങ് പൊട്ടി. പണിയൊന്നുമല്ല, എനിക്ക് സന്തോഷമുള്ളൂ. കാരണം പുതിയൊരു ചെരുപ്പ് കിട്ടുന്നതല്ലേ, അത് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ തന്നെ ആയതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. അതിൻ്റെ തൊട്ടടുത്തൊരു ഷോപ്പുള്ളതുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് വിട്ടു കേട്ടോ. ഇത്രയും വലിയൊരു ഷോപ്പ് നമ്മുടെ കണ്ണൂരുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നല്ല അടിപൊളി ഷോപ്പായിരുന്നേ, ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നേരെ അങ്ങോട്ട് കയറി. കളക്ഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് മനസ്സിനെ പിടിക്കുന്നതൊന്ന് കിട്ടാൻ കുറേ പണിപ്പെട്ടു കേട്ടോ. ഒടുവിൽ ഇയാളെ അങ്ങ് സെറ്റാക്കി. അപ്പോൾ ചെരുപ്പിൽ നിന്നും ഷോപ്പിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് തോന്നും കേട്ടോ. അടുത്തത് വീണ്ടും ഒരു അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കണ്ടിട്ട് നമ്മൾ അടുത്ത ഷോപ്പിലേക്കാണ് കയറുന്നത്. ഗൂഗിളിലൊക്കെ നോക്കിയപ്പം വളരെ അടിപൊളി റേറ്റിംഗ് ഒക്കെ കണ്ടിട്ടായിരുന്നു കേട്ടോ. ഒരുപാട് കളക്ഷൻസ് അത് ഗൂഗിളിൽ കണ്ടതുകൊണ്ട് മാത്രമല്ല, നമ്മളിവിടെ നേരിട്ട് കാണുമ്പോഴായാലും കളക്ഷൻസിൻ്റെ ഒരു ചാകര തന്നെയായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ സുഡിയോയിലും ട്രെൻഡ്സിലൊക്കെ പോകുന്ന അതുപോലെയായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഒരുപാട് വെറൈറ്റി, ഇപ്പോൾ ടോപ്സിനായാലും ഇപ്പം ലേഡീസിനായാലും ജെൻസിനായാലും കുട്ടികൾക്കായാലും ഒക്കെ ഒരുപോലെ കളക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. വെറൈറ്റി ഡ്രസ്സസൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാനിത് തലശ്ശേരിയിലേക്ക് പ്രിഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇത്തരം ഷോപ്പിലൊക്കെ കയറിയാൽ ശരിക്കും ഭയങ്കര കൺഫ്യൂസിങ് ആവും കേട്ടോ. നമുക്ക് എങ്ങോട്ട് നോക്കണം, എവിടെ തുടങ്ങണം, എവിടെ എന്ത് ചെയ്യണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായിരുന്നേ. ഞാനിങ്ങനെ നടന്ന് നോക്കിയായിരുന്നു. ക്യാമറാമാനായിട്ട് അഗി എൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം വുമൺസിൻ്റെ സെക്ഷനിൽ ഞാൻ മുന്നിൽ നടന്ന് കുറച്ച് ഐറ്റംസൊക്കെ കളക്ട് ചെയ്തിട്ട് ഇനി അടുത്തത് ജെൻ സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി അടുത്ത ക്യാമറമാൻ ഞാൻ തന്നെ, അതിൽ സംശയമില്ലല്ലോ. അപ്പോൾ അടുത്തത് അഗിയുടെ സെലക്ഷനാണേ. അപ്പോൾ അവന് വേണ്ട ഐറ്റംസ് അവൻ തന്നെ നടന്ന് സെലക്ട് ചെയ്യണം, അതിൻ്റെ കൂടെ ഞാനും. ഈ ഷോപ്പിൻ്റെ ഒരു മെയിൻ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ലോ പ്രൈസ് മുതൽ ഹൈ പ്രൈസ് വരെയുള്ള എല്ലാ പ്രൊഡക്റ്റും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. തിരഞ്ഞ് കണ്ടുപിടിച്ച് നമുക്ക് വേണ്ടത് ഏതാച്ചാൽ നോക്കിയെടുക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയേ ഉള്ളൂ. അങ്ങനെ അവിടെ നിന്നൊരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പുറത്തിറങ്ങിയപ്പോഴേക്ക് 7:30 ആയിട്ടോ ടൈം. നമ്മൾ വൈകുന്നേരം കയറിയിട്ട് ഇത്രയും നേരം അവിടെ നടന്നു എന്നുള്ളത് ഈ ഒരു സമയം കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഓണം ഷോപ്പിംഗ് എന്നുള്ളൊരു കാര്യം മനസ്സിലുണ്ടായേ ഇല്ല കേട്ടോ. ഒന്ന് തലശ്ശേരി പോകാം, അതിവിടെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്നുള്ളത് മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. കാരണം ഇതിനു മുമ്പ് വരുമ്പോഴായാലും ആ ഒരു കടൽ തീരത്താണ് പ്രധാനമായിട്ട് പോകാറ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് അങ്ങ് മടങ്ങാറേ ഉള്ളൂ. ഇതിപ്പോൾ ഓണം സീസൺ കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഓഫറൊക്കെ കണ്ടപ്പോൾ നമ്മളൊന്ന് കയറി നോക്കിയേ ഉള്ളൂ. എന്തായാലും വെറുതെ ആയിട്ടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് കണ്ണൂർ പോലെ തന്നെ. കണ്ണൂർ പോലെ തന്നെ എന്ന് പറയുന്നില്ല, കണ്ണൂരിനേക്കാൾ കൂടുതൽ കളക്ഷൻസ് ഉണ്ടോ എന്നുള്ള സംശയമുള്ളൂ കേട്ടോ. കാരണം അത്രയും ഷോപ്സും ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിലക്കുറവും കളക്ഷൻസും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മളീ പോകുന്നൊരു സെക്ഷൻ എന്നെ ശരിക്കും അതിശയിപ്പിച്ച ഒരു സ്പോട്ടാണ്. കാരണം ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിൻ്റ് മുതൽ ഇനി എത്താൻ പോകുന്ന പോയിൻ്റ് വരെ കംപ്ലീറ്റ് മെൻസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ജെൻസിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് കേട്ടോ. തൊട്ടടുത്തടുത്തായിട്ട് ഇത്രയും ഷോപ്പ് ജെൻസിന് വേണ്ടി മാത്രമായിട്ട്, അല്ലെങ്കിൽ ഇത്രയും ഒരു ഏരിയ കംപ്ലീറ്റ് ജെൻസിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണേ. കണ്ണൂർ പോലും ഇത്രയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഉണ്ട് പോലും കേട്ടോ. കണ്ണൂരൊക്കെ ഉണ്ട് നഗി ഞാൻ ഈ സംശയം പറയുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നേ. എൻ്റെ സ്ഥിതിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം അധിക സ്ഥലങ്ങളും ഗേൾസിന് പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലാണ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ മെൻസിന് മാത്രമായിട്ടൊരു ഏരിയ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞേ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:30 ആയിട്ടോ. അപ്പോൾ വിശപ്പ് തുടങ്ങി. ഇനി അടുത്തത് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പ്രിഫർ ചെയ്തിട്ടുള്ളത് പാരീസ് റെസ്റ്റോറൻ്റ് ആണേ. പാരീസ് റെസ്റ്റോറൻറ്റിലേക്ക് ഇതിനു മുമ്പ് ഓൾറെഡി പോയതുകൊണ്ട് ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചോട്ടോ. പാരീസ് റെസിഡൻസിൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. വെറുതെ ഒന്ന് ട്രിപ്പ് അഡ്വൈസറിൽ നോക്കിയപ്പോൾ പാരീസ് റെസ്റ്റോറൻറ്റിന് 4 സ്റ്റാറും ഈ ഒരു റെസ്റ്റോറൻറ്റിന് 3.5 ഓർ സംതിങ് ആണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് അങ്ങ് കയറി കേട്ടോ. എത്തിയപ്പോൾ തന്നെ ആൾക്കാരും തിരക്കും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ സൺഡേ കൂടിയാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മളവിടെ ഇരുന്നു കേട്ടോ.
അപ്പോൾ ഫുഡിനൊക്കെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ബിരിയാണി തന്നെ ആയതുകൊണ്ട് ബിരിയാണിയും അതിൻ്റെ കൂടെ നമ്മൾ ചിക്കനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബിരിയാണിയും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൈ ചിക്കനും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കണ്ടാൽ പിന്നെ ഇനി വേറെ സംസാരമൊന്നുമില്ല, അങ്ങോട്ട് കഴിക്കുക, എൻജോയ് ചെയ്ത് കഴിക്കുക. സെർച്ച് ചെയ്തപ്പോൾ 3.5 സ്റ്റാർ അല്ലേ നമ്മൾ റേറ്റിംഗ് കണ്ടത്, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഒരു ആവറേജ് ഫുഡാണ്. കമ്പാരിസൺ പറയുകയാണെങ്കിൽ പാരീസ് റെസ്റ്റോറൻറ്റിൻ്റെ അത്രയൊന്നും പോരാ കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു ഓക്കെ വിശപ്പടക്കാം എന്ന രീതിയിൽ മാത്രം നമ്മളങ്ങ് കഴിച്ചു എന്നാണ്. അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ആയാലും നല്ല മൊരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഫ്ലേവർ വൈസ് പറയുകയാണെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റെസിപ്പി ഒന്നും അല്ല തോന്നി കേട്ടോ. പക്ഷേ ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. കാം കൂൾ മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത്ര തിരക്കല്ലാത്തത് കൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഭക്ഷണം കഴിച്ച് ഇറങ്ങാൻ പറ്റും. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഒരു കോള് വരുന്നത്. ഫ്രണ്ടിന് ഒരു ജേഴ്സി വാങ്ങണം. മാഹിന്നാണ് കേട്ടോ സാധനം വാങ്ങേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ അവൻ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ കണ്ടിട്ട് ഒരു ജേഴ്സിക്കാണ് കേട്ടോ പോകുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ജേഴ്സിയാണ്. അപ്പോൾ ആ ജേഴ്സി വാങ്ങാനാണ് അടുത്ത ഗോൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തലശ്ശേരിയിലേക്ക് എത്തുമ്പോഴേക്കും ഒരു പാലം കടന്നു. അതുപോലെ ഇതാ മാഹിയിലേക്ക് എത്താൻ പോകുമ്പോഴേക്കും നമ്മൾ വീണ്ടും ഒരു പാലത്തിലേക്കാണ് കേട്ടോ കയറിയിട്ടുള്ളത്. അങ്ങനെ പാലവും അതിൻ്റെ കുഞ്ഞു കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ മാഹിയിലേക്ക് അങ്ങ് കടന്നു കേട്ടോ. ആക്ച്വലി ഷോപ്പ് മാഹി എത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് എന്തായാലും ഒന്ന് മാഹി കവർ ചെയ്ത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ ആയിട്ടുള്ള മാഹി പള്ളിയിലേക്കൊന്ന് പോകാമെന്ന് വെച്ചു കേട്ടോ. പള്ളീൻ്റെ മുമ്പിലൂടെ നിരവധി തവണ പോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് ഒരു സൗകര്യമുള്ള സമയം ആയതുകൊണ്ട് അവിടെ നിർത്തി. ഇതുവരെ പോകാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തേക്ക് പ്രവേശനം ഉണ്ടോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പിലൊന്ന് നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇത്ര വരെയാണ് കേട്ടോ നമുക്ക് പ്രവേശനമുള്ളത്. ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച്. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്നു, ഒന്ന് പ്രാർത്ഥിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ മടങ്ങിയത്. എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക്, കാരണം എന്ന് ആഗ്രഹിച്ച സ്ഥിതിക്ക് ഇത്ര വരെയെങ്കിലും വരാൻ പറ്റിയത് ഒരു വളരെ സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നി. പിന്നെ ചർച്ചും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഈ ഒരു കാഴ്ച എന്താ പറയുക, കണ്ണെടുക്കാൻ തോന്നാത്തൊരു കാഴ്ചയായിട്ട് തോന്നി. ഞാൻ പള്ളിയിലേക്കൊന്നും അധികം വന്നിട്ടില്ല കേട്ടോ. കണ്ണൂരുള്ള പള്ളിയിൽ തന്നെ ആയാലും പണ്ട് എപ്പോഴോ കുട്ടിക്കാലത്ത് എപ്പോഴോ ഒരിക്കൽ പോയൊരു ഓർമ്മയേ ഉള്ളൂ. അപ്പം എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് വരുന്ന ചർച്ച് ഇത് തന്നെയാണേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. സംഭവം ഉണ്ടായിരുന്നില്ല കേട്ടോ, പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഉദ്ദേശിച്ച സൈസിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് മടങ്ങി. അങ്ങനെ ആരോഗ്യത്തിന് ഹാനികരമായ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് അവിടുന്ന് നേരെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു കേട്ടോ. നമ്മുടെ വളവട്ടണം പാലം എത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ദിവസം കുറച്ചുകൂടെ വലുതായിട്ട് തോന്നും അല്ലേ. ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു, ഒരുപാട് കാഴ്ചകൾ കണ്ടു, അതുപോലെ പുതുതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം നമുക്ക് യാത്രയോടൊപ്പം സമയം പോകുന്നത് ശരിക്കും അറിയാൻ പോലും പറ്റുന്നില്ല. കാരണം ഇന്നിപ്പം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇറങ്ങിയിട്ട് ഇത്രയും ടൈമായി നമ്മൾ എവിടെയൊക്കെ എത്തിയല്ലേ. അപ്പോൾ അതാണ് യാത്രയുടെ ഭംഗി. അപ്പോൾ അത് ആസ്വദിക്കുന്നവരും ആസ്വദിക്കാത്തവരും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ഓരോരാളുടെ ഇഷ്ടമാണ്, ഓരോരാളുടെ വൈബാണ്, ഓരോരാൾക്കും ഓരോ സന്തോഷങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ കംപ്ലീറ്റ് ആയി. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ചാനൽ ഇഷ്ടമാകുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.